പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജിബിൻ കെ ജോയി. ഞാൻ കേരള യൂത്ത് മിനിസ്ട്രിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയാണ്. കഴിഞ്ഞ 2025 വർഷം ശക്തമേറിയൊരു പ്രവർത്തനത്തെ ദൈവം നമുക്ക് നൽകി തരുവാനിടയായി തീർന്നു. ക്യാമ്പുകളിലൂടെ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. 2026 നമ്മുടെ യൂത്ത് മിനിസ്ട്രിയുടെ പ്രവർത്തനം എത്തി നിൽക്കുകയാണ്. വളരെ ദർശനത്തോടെ, വളരെ കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തനത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളായിരിക്കുകയാണ്. ഈ വർഷവും നിരവധിയാകുന്ന പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കുവാൻ ദൈവകൃപയാൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ അതിലേക്ക് സമീപിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുമായി ഈ വീഡിയോയിൽ സമീപിക്കുന്നതിൻ്റെ കാരണം, ആ തയ്യാറാക്കിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ വിജയപഥത്തിലേക്ക് എത്തേണ്ടതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വലിയ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ അരുമനാഥനായ കർത്താവ് പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിന് മലകളെ നീക്കുവാൻ തക്കതായ ശക്തിയുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ യൂത്ത് മിനിസ്ട്രിയുടെ പ്രവർത്തനം, നമ്മുടെ സഭയുടെ പ്രവർത്തനം, ആത്മീക പുരോഗതിയുടെ തടസ്സമായി നിൽക്കുന്ന സംഗതികളൊക്കെയും നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ കണ്ണുകളിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് അതിനെ നീക്കി നമ്മുടെ പ്രവർത്തനത്തെ മുൻപോട്ട് കൊണ്ടുപോകാം. പ്രത്യേകിച്ച് യൗവനക്കാരായിരിക്കുന്ന യങ്സ്റ്റേഴ്സിനോട് ഇന്ന് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ലൈഫ് അത് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ വൻ കാര്യങ്ങളെ, വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് കണ്ടെത്തി അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ സേവിക്കുക. ഏത് നിലയിൽ സേവിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കർത്താവ് എന്നെ കണ്ടെത്തി എന്നോട് എനിക്ക് ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യുവാനായിട്ട് എനിക്കിടയായി തീർന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നായിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ യൗവനക്കാരും അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സഭയുടെ പ്രവർത്തനവും നിങ്ങളുടെ ആത്മീയ ജീവിതവും വളരെ ബെറ്ററാക്കുവാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ യൗവനം അത് വിലയേറിയതാണ്. അതിന് ഒരു വലിയ വിലയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. യൗവനക്കാരാ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. യൗവനക്കാരാ, നിൻ്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. നമ്മുടെ യൗവനത്തെ ആരും ദോഷമായി കണ്ട് പറയാതിരിക്കേണ്ടതിന് വേണ്ടി പരിശ്രമിക്കാം. നിങ്ങൾക്ക് അതിനുള്ളതായ അവസരങ്ങൾ യൂത്ത് മിനിസ്ട്രീസ് ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിലുള്ളിലെ ആ കഴിവുകളെയും നിങ്ങളുടെ ആത്മീക പുരോഗതിയെയും ബെറ്ററാക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും യൂത്ത് മിനിസ്ട്രീസ് നിങ്ങളുടെ മുമ്പാകെ തുറന്നു വയ്ക്കുന്നുണ്ട്. 2026 നമ്മുടെ മുമ്പാകെയുണ്ട്. വിശാലമായൊരു പ്രവർത്തനം നമ്മുടെ മുമ്പാകെയുണ്ട്. ഈ വർഷത്തെ എല്ലാ പ്രവർത്തനത്തിലും ദൈവമായ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മോടുകൂടി ഉണ്ടാകും. യൗവനക്കാരെല്ലാം ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായിട്ട് നമുക്കൊരുങ്ങാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നമുക്ക് ഈ 2026 വർഷത്തിലെ പ്രവർത്തനത്തിന് അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ചതായ, ഞങ്ങളുടെ യൗവനക്കാരെ അനുഗ്രഹിച്ചതായ ദൈവം ഈ 2026 വർഷം ഞങ്ങളെ ഏറ്റവും ധന്യവും അനുഗ്രഹവുമാക്കി തീർക്കുമാറാകണം. 2026 എല്ലാ പ്രവർത്തനങ്ങളും വളരെ അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. അതിലെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ദൈവത്തിൻ്റെ വലിയ കരുണയും ഉണ്ടാകണം. ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെ. കൃപ ഞങ്ങളോട് കൂടെയിരിക്കും. ഞങ്ങളുടെ യൂത്ത് മിനിസ്ട്രിയുടെ എല്ലാ യുവജനാംഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതോർത്ത്, ഈ പുതിയ വർഷത്തിൻ്റെ പ്രവർത്തനത്തെ ദൈവം ശക്തീകരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞാട്ടെ. പ്രാർത്ഥനയും യാചനയും കർത്താവ് കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. യൂത്ത് മിനിസ്ട്രിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഐക്യതയോടെ വേല ചെയ്യാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇനിയും തുടർന്നും മറ്റ് വീഡിയോകളിലൂടെ നിങ്ങളെ കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ആത്മീക ആലോചനകളെയും വചനങ്ങളെയും അനുഭവങ്ങളെയും പങ്കുവെച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ഒരു പ്രവർത്തനത്തിൽ മുൻപോട്ട് പോകാം. ദൈവമായ കർത്താവ് ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.